ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു തആല ഫിർഔനെ നശിപ്പിച്ചുവെന്ന കാര്യവും ശിക്ഷയിൽ അകപ്പെട്ടതിൻ്റെ പേരിൽ ആ സമയത്ത് ഫിർഔനുണ്ടായ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചില്ല എന്ന കാര്യവും നാം മനസ്സിലാക്കുകയുണ്ടായി. തുടർന്നുള്ള ആയത്തിൽ അല്ലാഹു തആല ശിക്ഷയിൽ അകപ്പെടുന്നതിന് മുമ്പുള്ള പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുമെന്ന കാര്യം അറിയിക്കുകയാണ്. അത് ഉദാഹരണമായി യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ സമുദായത്തിൻ്റെ സംഭവമാണ് അള്ളാഹു അറിയിക്കുന്നത്. ഈ ഒരു സൂറത്തിന് സൂറത്തു യൂനുസ് എന്ന് പേര് വരാനുള്ള കാരണവും ഇപ്പോൾ നാം ഓതാൻ പോകുന്ന ആയത്ത് തന്നെയാണ്. فلولا كانت قرية آمنت فنفعها إيمانها إلا قوم يونس لما آمنوا كشفنا عنهم عذاب الخزي في الحياة الدنيا ومتعناهم إلى حين. എന്നാൽ യൂനുസ് നബിയുടെ ജനത ഒഴികെയുള്ള ഒരു നാട്ടുകാരും ശിക്ഷ കാണുന്നതിന് മുമ്പ് എന്തുകൊണ്ട് വിശ്വസിക്കുകയും ആ വിശ്വാസം തങ്ങൾക്ക് പ്രയോജനപ്പെടുകയും ചെയ്തില്ല? അവർ യൂനുസ് നബിയുടെ ജനത വിശ്വാസം സ്വീകരിച്ചപ്പോൾ ഐഹിക ജീവിതത്തിലെ നിന്ദ്യമായ ശിക്ഷ അവരിൽ നിന്നും നാം നീക്കിക്കളയുകയും ഒരു നിശ്ചിത കാലം വരെ അവർക്ക് നാം സുഖസൗകര്യം നൽകുകയും ചെയ്തു. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ സമുദായത്തെപ്പറ്റി അറിയിക്കുകയാണ്. അധിക സമുദായങ്ങളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിലും അള്ളാഹുവിൽ നിന്നുമുള്ള ശിക്ഷയെ കണ്ടിട്ടും ആ ശിക്ഷ വരുമെന്ന കാര്യം മനസ്സിലാക്കിയിട്ടും പാപകർമ്മങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങാൻ തയ്യാറാവാത്തവരാണ്. അവർ ശിക്ഷയിൽ അകപ്പെടുന്ന സന്ദർഭത്തിലാണ് പലപ്പോഴും അവർക്ക് കണ്ണുകൾ തുറന്നിട്ടുണ്ടായിരുന്നത്. ഫിർഔന്റെ അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു. ഫിർഔൻ ശിക്ഷയിൽ അകപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഫിർഔന് അള്ളാഹുവാണ് സത്യമെന്ന് മനസ്സിലായത്. മൂസാ നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന കാര്യമാണ് സത്യമെന്ന് മനസ്സിലായത്. അതിനു മുമ്പ് ശിക്ഷയുടെ പല അടയാളങ്ങൾ കണ്ടപ്പോഴും ഒരിക്കലും ഫിർഔന് സത്യം മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇതുപോലെയായിരുന്നു ബാക്കി സമുദായങ്ങളുടെ അവസ്ഥയും. ശിക്ഷയുടെ പല അടയാളങ്ങളും അവർ കാണുകയും പല ദൃഷ്ടാന്തങ്ങളും കാണുകയും ചെയ്തെങ്കിലും സത്യത്തെ മനസ്സിലാക്കാനോ പശ്ചാത്തപിച്ച് മടങ്ങാനോ അവർ തയ്യാറായില്ല. എന്നാൽ യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ സമുദായത്തിൻ്റെ കാര്യം അപ്രകാരമല്ലായിരുന്നു. അവർ ശിക്ഷയുടെ അടയാളങ്ങൾ കണ്ടപ്പോൾ അവർ അതിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങാൻ തയ്യാറായി. അവർ അള്ളാഹുവിനെ ഭയപ്പെടാൻ തയ്യാറായി. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്തു. സൂറത്തു സോഫാത്തിലും സൂറത്തുൽ അംബിയായിലും യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ സംഭവം വിശദമായി പറയുന്നുണ്ട്. ഇവിടെ ചുരുങ്ങിയ രീതിയിൽ മാത്രമാണ് യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ സമുദായത്തിൻ്റെ സംഭവം അള്ളാഹു വിശദീകരിക്കുന്നത്. യൂനുസ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല നിയോഗിക്കുന്നത് ഇറാഖിൽ സ്ഥിതി ചെയ്യുന്ന നീനവ എന്ന സ്ഥലത്തോട്ടാണ്. അവിടെ കുറച്ചാളുകൾ മാത്രമായിരുന്നു താമസിച്ചിരുന്നത്. ഏകദേശം 100,000 പരം ആളുകളായിരുന്നു അവിടെ താമസിച്ചിരുന്നത്. അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാനും സത്യദീനിലോട്ട് ക്ഷണിക്കാനും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പഠിപ്പിക്കാനും യൂനുസ് നബി അലൈഹിസ്സലാമിനെ അവരിലോട്ട് അള്ളാഹു നിയോഗിക്കുകയുണ്ടായി. യൂനുസ് നബി അലൈഹിസ്സലാം അവരിൽ ധാരാളമായി പരിശ്രമിച്ചു. പല ദൃഷ്ടാന്തങ്ങളും കാണിച്ചു കൊടുത്തു. സത്യസന്ദേശം അവർക്ക് എത്തിച്ചു കൊടുത്തു. അവരെ ഹറാമിൽ നിന്നും മോശമായ പ്രവർത്തനങ്ങളിൽ നിന്നും മാറ്റി സന്മാർഗത്തിൽ പ്രവേശിപ്പിക്കാനായി പരിശ്രമിച്ചു. ഇങ്ങനെ വലിയ രീതിയിൽ ദീർഘമായി യൂനുസ് നബി അലൈഹിസ്സലാം തൻ്റെ സമുദായത്തിൽ പരിശ്രമിക്കുകയും അവരെ സന്മാർഗത്തിലാക്കാനായി പ്രയാസപ്പെടുകയും ചെയ്തു. എന്നാൽ ദീർഘമായ പരിശ്രമവും ത്യാഗമേറിയ പരിശ്രമവും അവരിൽ നടത്തിയിട്ടും അവർ സത്യസന്ദേശം സ്വീകരിക്കാൻ തയ്യാറായില്ല. യൂനുസ് നബി അലൈഹിസ്സലാമിനെ അവർ നിഷേധിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ നിന്നും പിന്മാറുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ എല്ലാ സമുദായങ്ങൾക്കും അവരുടെ ധിക്കാരം അധികരിക്കുകയും നന്നാവുകയില്ല എന്ന രീതിയിൽ എത്തുകയും ചെയ്യുമ്പോൾ അല്ലാഹു തആല ശിക്ഷ ഇറക്കുന്നത് പോലെ യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ സമുദായത്തിനും ശിക്ഷ ഇറക്കാനായി ഉദ്ദേശിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല യൂനുസ് നബി അലൈഹിസ്സലാമിന് അറിയിച്ചു കൊടുത്തു, 3 ദിവസത്തിനുള്ളിൽ അവരിലോട് ശിക്ഷ വരുന്നതാണ്. ഈ ഒരു കാര്യം യൂനുസ് നബി അലൈഹിസ്സലാം അവരിൽ വിളംബരം ചെയ്തു.
എന്നിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം യൂനുസ് നബി അലൈഹിസ്സലാം ആ നാട്ടിൽ നിന്നും മാറുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ പൊതുവായ തീരുമാനമായിരുന്നു പ്രവാചകന്മാർ ഒരു നാട്ടിൽ നിലനിൽക്കവേ ആ നാട്ടിൽ അള്ളാഹു ശിക്ഷ ഇറക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ശിക്ഷ ഇറക്കുന്നതിന് മുമ്പ് എല്ലാ പ്രവാചകന്മാരോടും ആ നാട്ടിൽ നിന്നും മാറാനായി അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടാകും. കഴിഞ്ഞ പല സൂറത്തുകളിലും ആ കാര്യം നാം മനസ്സിലാക്കിയതുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ സമുദായത്തിന് ശിക്ഷ ഇറങ്ങാൻ പോകുന്ന സന്ദർഭമായതുകൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം രാത്രി ആ നാട്ടിൽ നിന്നും വിട പറയുകയുണ്ടായി. യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ സമുദായം ശിക്ഷയെ കണ്ട സന്ദർഭത്തിൽ, അവരോട് ശിക്ഷ വന്നിട്ടില്ല, ശിക്ഷ വരുന്ന സൂചനകൾ അവർ കണ്ട സന്ദർഭത്തിൽ അവർ പശ്ചാത്തപിച്ച് മടങ്ങാൻ തയ്യാറായി. അവർ ഉടനെ യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ അന്വേഷിക്കാൻ ആരംഭിച്ചു. യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കൽ പോയി ഇസ്ലാം സ്വീകരിക്കാനും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാനും അവർ ഉദ്ദേശിച്ചു. എന്നാൽ യൂനുസ് നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം ആ നാട്ടിൽ നിന്നും സ്ഥലം വിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ അവർ എവിടെയും കണ്ടില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നതായ സൂചന അവർക്ക് കിട്ടുകയും അവരതിനെ കാണുകയും ചെയ്തു. അതുകൊണ്ട് ശിക്ഷ വരുന്നതിന് മുമ്പായി അവർ തന്നെ പശ്ചാത്തപിച്ച് മടങ്ങാമെന്ന് ഉദ്ദേശിച്ചു. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് കൂടുകയും അവരിലുള്ള മൃഗങ്ങളെയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു. അവരെല്ലാവരും ഒരുമിച്ച് കൂടി തങ്ങൾ ചെയ്ത കുറ്റങ്ങളെ അള്ളാഹുവിന് മുമ്പിൽ ഏറ്റുപറയുകയും അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്തു. ശിക്ഷ അവരിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ, അടയാളങ്ങൾ കണ്ടപ്പോൾ തന്നെ അവർ പശ്ചാത്തപിച്ച് മടങ്ങാൻ തയ്യാറായതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷ്കളങ്കമായ അവരുടെ പശ്ചാത്താപത്തെ സ്വീകരിക്കുകയും അവർക്ക് പുറത്തു കൊടുക്കുകയും ആ ഒരു ശിക്ഷയെ അവരിൽ നിന്നും പിൻവലിക്കുകയും ചെയ്തു. ഇവിടെ യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ സമുദായം അവർ ശിക്ഷയുടെ അടയാളങ്ങൾ കണ്ടപ്പോൾ ഉടനെ അള്ളാഹുവിനെ മനസ്സിലാക്കുകയും പശ്ചാത്തപിക്കാൻ തയ്യാറാവുകയും ചെയ്തു. എന്നാൽ ബാക്കി സമുദായങ്ങളുടെ അവസ്ഥകൾ നോക്കുകയാണെങ്കിൽ അവർ ശിക്ഷ വരുന്ന സന്ദർഭത്തിലും പശ്ചാത്തപിച്ച് മടങ്ങാൻ തയ്യാറായില്ല. ശിക്ഷയിൽ അവർ അകപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരുന്നു അവർ അള്ളാഹുവിനെ ഓർക്കാനും പശ്ചാത്തപിക്കാനും തയ്യാറായത്. എന്നാൽ ശിക്ഷയിൽ അകപ്പെട്ടതിന് ശേഷം പശ്ചാത്താപത്തെ അള്ളാഹു സ്വീകരിക്കുന്നതല്ല. കാരണം ശിക്ഷയിൽ അകപ്പെടുക എന്നുള്ളത് മരണത്തെ അവർ നേരിട്ട് കാണലാണ്. ശിക്ഷ വരുന്നതിന് മുമ്പ് അവർ അള്ളാഹുവിന്റെ പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു അവരുടെ പശ്ചാത്താപത്തെ സ്വീകരിച്ചിരുന്നു. എപ്രകാരം യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ സമുദായത്തെ പശ്ചാത്താപത്തെ അള്ളാഹു സ്വീകരിച്ചോ, അതുപോലെ ശിക്ഷയിൽ അകപ്പെടുന്നതിന് മുമ്പ് പശ്ചാത്തപിക്കുകയാണെങ്കിൽ പശ്ചാത്താപത്തെ അള്ളാഹു സ്വീകരിക്കുമെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു തആല അറിയിക്കുകയാണ്. ഈ ആയത്തിൽ അവസാനം അള്ളാഹു അറിയിക്കുകയാണ്, ദുന്യാവിൽ നിന്ദ്യതകളുടെ ശിക്ഷ അവർക്ക് ഏർപ്പെടുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ അവർ ആ ശിക്ഷയിൽ അകപ്പെടുന്നതിന് മുമ്പ് തന്നെ പശ്ചാത്തപിച്ചതുകൊണ്ട് ആ ശിക്ഷയെ അവരിൽ നിന്നും അള്ളാഹു മാറ്റുകയും ദുന്യാവിൽ സുഖകരമായ ജീവിതം നൽകി അവരെ അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്തു. ഇതിൻ്റെ കാരണം ശിക്ഷയിൽ അകപ്പെടുന്നതിന് മുമ്പ് അവർ പശ്ചാത്തപിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ സമുദായത്തിൽ നിന്നും ശിക്ഷ മാറാനുള്ള കാരണം ശിക്ഷയിൽ അകപ്പെടുന്നതിന് മുമ്പ് അവർ പശ്ചാത്തപിച്ചു എന്നുള്ളതാണ് എന്ന കാര്യം ഈ ആയത്തിലൂടെ അല്ലാഹു തആല അറിയിക്കുകയാണ്. യൂനുസ് നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ബാക്കി സംഭവങ്ങൾ, യൂനുസ് നബി അലൈഹിസ്സലാം കപ്പലിൽ കയറുന്ന സംഭവം, മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെടുന്ന സംഭവം, അവിടെ നിന്നും രക്ഷപ്പെടുന്ന സംഭവം, ഈ കാര്യങ്ങളെല്ലാം വിശദമായി സൂറത്തു സോഫാത്തിലും അതുപോലെ അംബിയായിലും വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദമായി ഈ സംഭവത്തെ പറ്റി നമുക്ക് അവിടെ വെച്ച് മനസ്സിലാക്കാം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചുരുങ്ങിയ രീതിയിൽ യൂനുസ് നബി അലൈഹിസ്സലാമിൻ്റെ സമുദായത്തിൽ നിന്നും ശിക്ഷ ഇല്ലാതെയാകാനുള്ള കാരണം പറഞ്ഞു തരികയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.